പബ്ലിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്കൊരു പലഹാരം ഉണ്ടാക്കാം, പക്കാവട. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. കടലമാവ്, അരിമാവ്, മുളക് പൊടി, കായപ്പൊടി, ഉപ്പുപൊടി, കറിവേപ്പില, കുരുമുളക് പൊടി, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പക്കാവട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഈ മാവിനെ കുഴച്ച് കൊണ്ടുവരാം. 1 കിലോ കടലമാവ് പൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അത് തട്ടിക്കൊടുക്കാം. 250 ഗ്രാം അരിപ്പൊടി, അരി പൊടിച്ച് വറുത്തത്, അരിമാവ്. ഇനി മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ 3 സ്പൂൺ മുളക് പൊടി ചേർക്കണം ഇതിൽ. ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. കുഴച്ചിട്ട് വേണമെങ്കിൽ ഇടാം. ഇപ്പം ഇത്ര ഉപ്പിടാം. ഇനി വെളുത്തുള്ളിയും കുരുമുളകും കൂടെ മിക്സിയിൽ അരിച്ചാണ് ഒഴിക്കുന്നത്. അങ്ങനെ അരിച്ച് എടുത്തുകൊണ്ട് വരാം. വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കി വെച്ചിരുന്ന കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ചായയുടെ കൂടെ കൊടുക്കാനൊക്കെ എളുപ്പം കൊടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് അച്ചിലേക്ക് മാവ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്തെടുക്കാം. ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. സ്വാദിഷ്ടമായ പക്കാവട റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. വൈകുന്നേരം ചായയ്ക്ക് പറ്റിയ ഒരു പലഹാരമാണ് ഇത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം.